ഈ ആക്സിഡൻ്റ് ആയതിനു ശേഷം അച്ഛൻ്റെ ഒരു അവസ്ഥ ആ സമയത്ത് അതൊന്ന് പറയോ? ആക്സിഡൻ്റ് ഉണ്ടായ ആ സമയത്ത് അന്നേരം ഇപ്പോൾ എവിടെ വെച്ച് ഇത് അറിയുന്നത് ഒരു ഞാൻ ആക്സിഡൻറ്റ്? അന്ന് എറണാകുളത്ത് ഞാൻ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഒന്ന്, ആ ഇവിടെ ഞാറയ്ക്കൽ. ആ ഞങ്ങളൊക്കെ അവിടെ, അപ്പോൾ അന്ന് അച്ഛനന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയത്. പിറ്റേന്ന് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണല്ലോ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. എന്തായിരുന്നു ആ പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു? എങ്ങനെയായിരുന്നു അന്നത്തെ? അത് വണ്ടി സ്കിഡ് ചെയ്താണ്. അത് മുമ്പിലുള്ള ഡ്രൈവർ ഉറങ്ങിപ്പോയതോ എന്തോ ആണ് കാരണം, സത്യം പറഞ്ഞാൽ. അന്ന് ഈ വിവരം അറിയുന്ന ഗൗരവമായ അപകടം നിലയില്ല. അത് പിന്നെ അന്നും ഇവിടുത്തെ CPM-കാർ ആ പെട്ടി എന്തോ കൊണ്ടുപോയത്. ആ പെട്ടി, നീലപ്പെട്ടി, മറ്റേ ഒരു കാര്യമില്ലാത്ത കാര്യം ആലോചിച്ചത്. ഞാനിപ്പോൾ ഞാൻ എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാല അന്നൊക്കെ ഞാനൊരു SFI-കാരനാണ്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ അപകടത്തെക്കാൾ ഇത് കൊണ്ടുപോയതാണ്. ഇതെന്താ പെട്ടി കൊണ്ടുപോയതാണ് ചെറുതല്ലേ? എന്താ ഒരുപാട്. ഈ അപകടം കഴിഞ്ഞ് എത്ര കാലം അച്ഛന് ബോധം കിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? അല്ല, ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ശരീരം അനക്കാൻ വയ്യായിരുന്നു. എത്ര കാലത്തോളം? അത് പിന്നെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടാണല്ലോ ശരിയായത്. ആണോ? ജൂൺ മാസത്തിലാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ആഗസ്റ്റ് മാസത്തിൽ അമേരിക്കയിൽ കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹം മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ആണോ? അസാധാരണ ഇച്ഛാശക്തി കൊണ്ടാണല്ലോ. പിന്നെ അതുകൊണ്ട് മാത്രം ഈ സമയത്ത് അച്ഛൻ തിരിച്ചു വരുമ്പോൾ, അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നൊരു ഫീൽ എന്തായിരുന്നു? സംസാരിക്കുമായിരുന്നു? എപ്പോഴും ഉണ്ടാവുമായിരുന്നു കൂടെ? സംസാരിക്കാറുണ്ടായിരുന്നു. എന്തായിരുന്നു അച്ഛൻ്റെ ഒരു? അല്ല, വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. പഴയതുപോലെ ഓടി നടക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഓടി നടക്കാൻ പറ്റണം എന്നുള്ള വാശിയോട് കൂടിയിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. പൂർണ്ണമായും ശരിയായിരുന്നില്ല? പിന്നെ പൂർണ്ണമായും ശരിയായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നീടാണ് ഈ നെഞ്ഞിൽ കഫക്കെട്ടൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ്, ആ ആക്സിഡൻറ്റിൽ പറ്റിയതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പനി വരും, അസുഖം വരും. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നീട്